CBIയുടെ നിയമവിരുദ്ധ പ്രവൃത്തികൾക്ക് ആര് പരിഹാരം ചെയ്യും? മരണപ്പെട്ട സിസ്റ്റർ അഭയയോട് നീതി പുലർത്താനും CBI ഉദ്യോഗസ്ഥർ അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും ശ്രമിച്ചില്ല. ഒരു കത്തോലിക്ക സന്യാസിനി എന്ന ഒറ്റ കാരണത്താൽ മാത്രം കത്തോലിക്ക സന്യാസത്തിനും സന്യാസ സമൂഹങ്ങൾക്കുമെതിരെയുള്ള നീക്കം എന്ന നിലയിലും ഈ വിഷയത്തെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തു. ഇതുപോലെ സമൂഹത്തിൽ രൂപപ്പെടുന്ന അബദ്ധധാരണകൾ കോടതി വിധികളെ പോലെ സ്വാധീനിക്കുന്നു എന്നുള്ളത് തികച്ചും ദൗർഭാഗ്യകരവും അപകടകരവുമാണ്. മരണത്തിന് മുൻപെങ്കിലും തങ്ങൾ നിരപരാധികളാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുവാനുള്ള ഒരു അവസരം മാത്രമേ ഇനി കുറ്റാരോപിതർക്ക് ആഗ്രഹിക്കാനുള്ളൂ. നിയമത്തിനും നീതിക്കും നിരക്കാത്തതും മനുഷ്യത്വരഹിതവുമാണ് അഭയ കേസിലെ CBI ഇടപെടലുകളെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ്. മനസാക്ഷിക്ക് നിരക്കാത്ത കള്ളക്കഥകൾ എഴുതിയുണ്ടാക്കി അത് സ്ഥാപിച്ചെടുക്കാൻ നിയമവിരുദ്ധമായ വഴികൾ സ്വീകരിച്ച ഇത്തരമൊരു അന്വേഷണ ഏജൻസി ലോകത്തിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടാകുമോ? അഭയ കേസിൽ കുറ്റാരോപിതർ കുറ്റക്കാരാണ് എന്ന് ഏകപക്ഷീയമായി CBI കോടതി വിധി പ്രസ്താവിച്ചപ്പോൾ പ്രഗത്ഭരായ മുൻ ന്യായാധിപർ ഉൾപ്പെടെ നിരവധി പേർ രംഗത്ത് വരികയുണ്ടായി. ഇത്രയധികം താളപ്പിഴകളും പാകപ്പിഴകളും വന്നിട്ടുള്ള ഒരു ക്രിമിനൽ വിധി മുൻപുണ്ടായിട്ടുണ്ടോ എന്ന് തനിക്ക് സംശയമാണെന്നാണ് അറിയപ്പെടുന്ന ഒരു മുൻ ഹൈക്കോടതി ജഡ്ജി ആ വിധിയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത്. കൃത്രിമമായി ഉണ്ടാക്കിയ കേസും കളവായി ഉണ്ടാക്കിയ തെളിവും തെറ്റായി എഴുതിയ വിധിയുമാണതെന്നും അദ്ദേഹം പരസ്യമായി പറയുകയുണ്ടായി. പ്രതികളായി ചിത്രീകരിക്കപ്പെട്ടവരോട് മാത്രമല്ല, മരണപ്പെട്ട സിസ്റ്റർ അഭയയോട് നീതി പുലർത്താനും CBI ഉദ്യോഗസ്ഥർ അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും ശ്രമിച്ചില്ല. 2020 ഡിസംബറിന് ശേഷം 2023 ഫെബ്രുവരിയിൽ അഭയ കേസ് സംബന്ധിച്ച മറ്റൊരു വിധി പ്രസ്താവം കൂടി ഇന്ന് ചർച്ചയാകുമ്പോൾ ഇവിടെ തകർന്നടിയുന്നത് CBIയുടെ വാദഗതികളും കണ്ടെത്തലുകളും മുഴുവനോടെയാണ്. കാരണം CBI ഭാവനയിൽ മെനഞ്ഞ കുറ്റപത്രത്തിന്റെ അടിത്തറ പ്രതികൾ തമ്മിലുള്ള അവിഹിത ബന്ധമായിരുന്നു. അത് സ്ഥാപിക്കാൻ CBIക്ക് മുന്നിലുണ്ടായിരുന്ന ഏക വഴി കുറ്റാരോപിതയായ സന്യാസിനി കന്യകയല്ല എന്ന് സ്ഥാപിക്കുകയായിരുന്നു. അതിനാണ് അവർ നിയമവിരുദ്ധമായ കന്യകാത്വ പരിശോധന നടത്താൻ തീരുമാനമെടുത്തത്. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ളതിനാൽ സന്യാസിനി അതിന് വഴങ്ങുകയും പരിശോധനയ്ക്ക് വിധേയയാവുകയും ചെയ്തു. അതേസമയം പരിശോധനയിൽ സന്യാസിനി കന്യകയാണെന്ന് തെളിഞ്ഞത് CBIക്ക് തിരിച്ചടിയായി. എന്നാൽ അവിടെയും തോൽവി സമ്മതിക്കാതെ അടുത്ത ട്വിസ്റ്റ് തങ്ങളുടെ തിരക്കഥയിൽ അവർ എഴുതി ചേർത്തു. അതായിരുന്നു ഹൈമനോപ്ലാസ്റ്റി കഥ. കുറ്റാരോപിതയായ സന്യാസിനി കന്യാചർമ്മം കൃത്രിമമായി വെച്ചുപിടിപ്പിച്ചതാണ് എന്ന വാദമാണ് CBI ഉദ്യോഗസ്ഥർ പിന്നീട് ഉയർത്തിയത്. അല്ലാത്ത പക്ഷം കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലേറെയായി സമൂഹത്തെ പറഞ്ഞ് വിശ്വസിപ്പിക്കുവാൻ ശ്രമിച്ച കെട്ടുകഥകൾ കളവാണെന്ന് CBIക്ക് സമ്മതിക്കുകയേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. അതിനാൽ അക്കാലഘട്ടത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാതിരുന്ന അത്തരമൊരു സർജറി അവർ ചെയ്തുവെന്ന് CBI പ്രചരിപ്പിച്ചു. എന്നാൽ എവിടെ വെച്ച് ചെയ്തെന്നോ ആര് ചെയ്തെന്നോ ഇതൊന്നും കണ്ടെത്താനോ വിശദീകരിക്കാനോ അവർക്ക് കഴിഞ്ഞതുമില്ല. ഒരിക്കലും വിദേശത്ത് എവിടെയും പോയിട്ടില്ലാത്ത ഒരു വ്യക്തി അക്കാലത്ത് വിദേശ രാജ്യങ്ങളിൽ മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു സർജറി ചെയ്തു എന്ന വാദത്തെ യാതൊരു തെളിവുകളുമില്ലാതെ അംഗീകരിച്ചുകൊണ്ടുകൂടിയാണ് CBI കോടതി പ്രസ്തുത സന്യാസിനിയെ സംശയലേശമന്യേ കുറ്റക്കാരിയായി വിധിയെഴുതിയത്. അക്കാലത്ത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ രമ, ഡോക്ടർ ലളിതാംബിക എന്നിവരുടെ മേൽനോട്ടത്തിൽ നടന്ന കന്യകാത്വ പരിശോധനയെയും തുടർന്നുണ്ടായ വഴിത്തിരിവുകളെയും ശക്തമായി അപലപിച്ചുകൊണ്ട് പിന്നീട് പ്രഗത്ഭരായ മറ്റനേകം ഫോറൻസിക് സർജന്മാർ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. മെഡിക്കൽ എത്തിക്സിനും ഇന്ത്യയുടെ ഭരണഘടനയ്ക്കും നിരക്കാത്ത ഹീനമായ കുറ്റകൃത്യമാണ് നടന്നത് എന്ന തിരിച്ചറിവിനൊപ്പം ചതിയായിരുന്നു CBI ഉദ്യോഗസ്ഥരുടെ ഉദ്ദേശ്യമെന്ന് മനസ്സിലാക്കിയതുകൊണ്ടുമാണ് 2009 കുറ്റാരോപിതയും ഒപ്പം CBI ഗൂഢാലോചനയുടെ ഇരയുമായ സന്യാസിനി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. പിന്നീടുള്ള 14 വർഷങ്ങൾ ഇതേ കാരണങ്ങളാൽ തന്നെ ലോകചരിത്രത്തിൽ ഏറ്റവും അധികം പൊതുസമൂഹത്തിൽ അവഹേളിക്കപ്പെടുകയും കുറ്റവാളിയായി ചിത്രീകരിക്കപ്പെടുകയും ജീവിതം പൂർണ്ണമായി കൈവിട്ടു പോവുകയും ചെയ്തിട്ടും ആ സന്യാസിനി മനോബലത്തോടെ നിലകൊണ്ടു എന്നുള്ളത് വലിയൊരു അത്ഭുതമാണ്.
ആ മനോവിശ്വാസവും ആത്മവിശ്വാസവും മനോബലവും അവരുടെ നിരപരാധിത്വത്തിൻ്റെയും ആഴമുള്ള ആത്മീയതയുടെയും സാക്ഷ്യം കൂടിയാണാകുന്നത്. ആധുനിക ലോക ചരിത്രത്തിൽ പരിഷ്കൃത സമൂഹങ്ങളിൽ ഒരു സ്ത്രീയും അനുഭവിച്ചിട്ടില്ലാത്ത കടുത്ത അവഹേളനമാണ് കുറ്റാരോപിതയായ സന്യാസിനി നേരിട്ടത്. അതിന് കാരണമായത് CBIയുടെ നിയമവിരുദ്ധമായ നീക്കങ്ങളും കഴിഞ്ഞ 15 വർഷങ്ങളായി നിരവധി പേർ ഈ വിഷയം ചൂണ്ടിക്കാണിക്കുകയും CBIയുടെ രീതികളെയും നിലപാടിനെയും വിമർശിക്കുകയും ചെയ്തിരുന്നു. വാസ്തവങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടും CBIയുടെ അധാർമികത വ്യക്തമായിട്ടും പ്രതികളായി ചിത്രീകരിക്കപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കുവാൻ മുഖ്യധാരാ മാധ്യമങ്ങളും പ്രമുഖരായ മനുഷ്യാവകാശ സാംസ്കാരിക പ്രവർത്തകർ ഒന്നും തയ്യാറായില്ല. തങ്ങളുടെ വായനക്കാരുടെയും കാഴ്ചക്കാരുടെയും എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ഉപാധിയായി അഭയ കേസിനെ കണ്ട വിവിധ മാധ്യമങ്ങൾ പൊടിപ്പും തൊങ്ങലും ചേർത്തുവെച്ച് കൂടുതൽ കഥകൾ മെനയുകയാണുണ്ടായത്. ഒപ്പം ഒരു കത്തോലിക്ക സന്യാസിനി എന്ന ഒറ്റ കാരണത്താൽ മാത്രം കത്തോലിക്ക സന്യാസത്തിനും സന്യാസ സമൂഹങ്ങൾക്കുമെതിരെയുള്ള നീക്കം എന്ന നിലയിലും ഈ വിഷയത്തെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തു. സഭയെയും സന്യാസത്തെയും അവഹേളിക്കാൻ ഒട്ടേറെ പേർ ഈ വിഷയത്തെ ആയുധമാക്കി എന്നുള്ളത് അതിശയോക്തിയല്ല. ഓൺലൈൻ മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെയും കടന്നുവരവോടെ സാമാന്യ യോഗ്യതയോ ക്വാളിറ്റിയോ ഒന്നുമില്ലാത്ത വഴിയെ പോയവരെല്ലാം മറ്റു വിവാദ വിഷയങ്ങളെക്കാൾ പ്രാമുഖ്യം കൊടുത്ത് അഭയ കേസ് വീണ്ടും വീണ്ടും ചർച്ചയ്ക്ക് വച്ചുകൊണ്ടിരുന്നു. ഇത്തരത്തിൽ സൃഷ്ടിക്കപ്പെട്ട കൃത്രിമമായ ഒരു പൊതുബോധം CBIക്ക് താൽക്കാലികമായി ഗുണം ചെയ്തുവെന്ന് വേണം കരുതാൻ. എന്നാൽ ഇതുപോലെ സമൂഹത്തിൽ രൂപപ്പെടുന്ന അബദ്ധധാരണകൾ കോടതി വിധികളെ പോലെ സ്വാധീനിക്കുന്നു എന്നുള്ളത് തികച്ചും ദൗർഭാഗ്യകരവും അപകടകരവുമാണ്. കോടതിക്കും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും മുൻപേ സഞ്ചരിക്കുന്ന നവമാധ്യമ പ്രവർത്തകർ കേസിനെയും അന്വേഷണത്തെയും വിധിയെയും പോലും വഴിതെറ്റിക്കുകയും വൈകിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിനും അഭയ കേസ് ദൃഷ്ടാന്തമാണ്. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് പ്രതികളായി ചിത്രീകരിക്കപ്പെട്ട് അത്യന്തം ഹീനമായ രീതിയിൽ തേജോവധം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നവരിൽ ഒരാൾക്ക് അനുകൂലമായ ഒരു വിധി വരുന്നത് എന്നുള്ളത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിലെ ദയനീയമായൊരേടാണ്. അഭയ കേസിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഒടുവിൽ വന്ന ആ വിധിക്ക് ആസ്പദമായ കന്യാത്വ പരിശോധനയ്ക്ക് 15 വർഷങ്ങൾക്ക് ശേഷമാണ് യുക്തമായ ഒരു കോടതി ഇടപെടൽ ഉണ്ടാകുന്നത്. മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വില്യം എഡ്വേർഡ് ഗ്ലാഡ്സ്റ്റണിന്റെ വിഖ്യാതമായൊരു വാചകമുണ്ട്. ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്നാണത്. വൈകി വരുന്ന നീതി നിഷേധം തന്നെയാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. 30 വർഷങ്ങൾക്ക് ഇപ്പുറവും അഭയ കേസിൽ പ്രതികളാക്കി ചിത്രീകരിക്കപ്പെട്ടവർക്ക് അവർ അർഹിക്കുന്ന നീതി ലഭിച്ചിട്ടില്ല എന്നതുകൂടി പരിഗണിക്കേണ്ടതുണ്ട്. CBI അന്വേഷണത്തിലെ പാളിച്ചകൾ പലപ്പോഴായി ചർച്ച ചെയ്യപ്പെടുകയും പ്രതികളായി ചിത്രീകരിക്കപ്പെട്ടവർക്കെതിരെ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ പൊള്ളയാണെന്ന് വ്യക്തമാക്കി അവർക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ജസ്റ്റിസ് ഹേമയുടെ വിധി 2009 ജനുവരി 2 ഉണ്ടാവുകയും ചെയ്തിട്ടും പിന്നീടുള്ള അന്വേഷണത്തോടും നീതി പുലർത്താൻ CBI തയ്യാറായില്ല. ഈ വിഷയത്തിലെ മാധ്യമ ഇടപെടലുകൾക്കൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് നിർണായകമായതും എന്നാൽ കുറ്റാരോപിതർക്ക് അനുകൂലവുമായും വരുന്ന കോടതി വിധികളെയും പരാമർശങ്ങളെയും തമസ്കരിക്കുന്ന നവമാധ്യമ ശൈലി. അഭയ കേസിൽ നിർണായകമായ കണ്ടെത്തൽ എന്ന നിലയിൽ അമിത പ്രാധാന്യം കൊടുത്ത് അവതരിക്കപ്പെട്ടിരിക്കുന്ന നാർക്കോ അനാലിസിസിനെയും കന്യാത്വ പരിശോധനയെയും കോടതി പൂർണ്ണമായി തള്ളിക്കളഞ്ഞപ്പോൾ വാസ്തവത്തിൽ ആരോപണങ്ങളുടെ അടിത്തറ തന്നെയാണ് ഇല്ലാതായത്. എന്നാൽ അത്തരം യാഥാർത്ഥ്യങ്ങളെ പൊതുസമൂഹത്തിന് മുൻപിൽ അവതരിപ്പിക്കാൻ അന്നു മുതൽ ഇന്നുവരെയും മിക്കവാറും മാധ്യമങ്ങളും വൈമുഖ്യം പുലർത്തുകയാണ് ചെയ്തു വരുന്നത്. കന്യാത്വ പരിശോധനയുമായി ബന്ധപ്പെട്ട് CBI നേരിട്ടത് ചരിത്രപരമായ ഒരു തിരിച്ചടിയായിരുന്നെങ്കിലും ആ അർത്ഥത്തിൽ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ആ വിഷയം അവതരിപ്പിക്കാൻ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും തയ്യാറായില്ല. ചില മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ഇന്നും സ്ഥാപിത താല്പര്യങ്ങൾ വെച്ചു പുലർത്തുന്നു എന്ന് കരുതുന്നതിൽ തെറ്റില്ല. കന്യാത്വ പരിശോധനയും ഹൈമനോപ്ലാസ്റ്റി എന്ന ആരോപണവും അനുബന്ധ പ്രചാരണങ്ങളും മാത്രമായിരുന്നില്ല CBIയുടെ വഴിവിട്ട പ്രവൃത്തികൾ. കുറ്റാരോപിതരെ നാർക്കോ അനാലിസിസിന് വിധേയമാക്കിയ പ്രവൃത്തിയും കോടതിയിൽ നിന്ന് ധാരാളം വിമർശനം നേരിട്ടിരുന്നു. അവിടെയും നാർക്കോ അനാലിസിസ് ചെയ്യുക മാത്രമല്ല അതിൻ്റെ ദൃശ്യങ്ങൾ നിയമവിരുദ്ധമായി പുറത്തുവിടുകയും ചെയ്തു. 100ലേറെ എഡിറ്റിംഗ് നടത്തി വാക്കുകളും അക്ഷരങ്ങളും കൂട്ടിയോജിപ്പിച്ച നിലയിലായിരുന്നു കോടതിയിൽ സമർപ്പിക്കപ്പെട്ടതും മാധ്യമങ്ങൾക്ക് ലഭിച്ചതുമായ നാർക്കോ അനാലിസിസ് വീഡിയോ.
യഥാർത്ഥ വീഡിയോ കോടതിക്ക് മുൻപിൽ പോലും സമർപ്പിക്കാൻ CBI ഉദ്യോഗസ്ഥർക്ക് തയ്യാറായിരുന്നില്ല എന്നതാണ് വാസ്തവം. കോടതി മുൻപാകെ ഹാജരാക്കിയ നാർക്കോ പരിശോധന സംബന്ധമായ CD-കൾ CBI തിരുമറി നടത്തിയവയായിരിക്കാം എന്നായിരുന്നു ജസ്റ്റിസ് ഹേമയുടെ നിരീക്ഷണം പോലും. എങ്കിലും അതിനുശേഷവും ആ വീഡിയോകൾ കുറ്റാരോപിതർക്കെതിരായ വികാരം വളർത്തുന്നതിനായി പല മാധ്യമങ്ങളും പ്രചരിപ്പിക്കുകയുണ്ടായി. അന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലുണ്ടായ തിരിമറികൾ, കൃത്രിമത്വങ്ങൾ, കോടതി ഇടപെടലുകൾ, പുനരന്വേഷണങ്ങൾ തുടങ്ങി അന്വേഷണ സംഘത്തിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ട നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടും 2009 ശേഷം ഫലപ്രദവും നീതിനിഷ്ഠവുമായ കോടതി ഇടപെടലുകൾ ഉണ്ടാകാൻ വലിയ കാലതാമസമുണ്ടായി. ഇത്രമാത്രം വർഷങ്ങൾ കഴിഞ്ഞിട്ടും കേസ് അനന്തമായി നീണ്ടുപോകുന്ന സാഹചര്യം ഇനിയും നിലനിൽക്കുന്നു. ഡൽഹി ഹൈക്കോടതിയുടെ വിധി പ്രകാരം കന്യകാത്വ പരിശോധന എന്ന നിയമവിരുദ്ധ പ്രവൃത്തിക്കെതിരെ പരാതിക്കാരിക്ക് കേസ് ഫയൽ ചെയ്യാമെങ്കിലും നിലവിലുള്ള കേസ് അവസാനിക്കുന്നതുവരെ ഇനിയും കാത്തിരിക്കണം. ഇത്തരമൊരു സാഹചര്യത്തിൽ കോടതിയുടെ നടപടിക്രമങ്ങൾ ഇനിയെങ്കിലും വേഗത്തിലാക്കുക എന്നതാണ് കോടതിയിൽ നിന്ന് ആഗ്രഹിക്കാവുന്ന മനുഷ്യത്വം. മരണത്തിന് മുൻപെങ്കിലും തങ്ങൾ നിരപരാധികളാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുവാനുള്ള ഒരു അവസരം മാത്രമേ ഇനി കുറ്റാരോപിതർക്ക് ആഗ്രഹിക്കാനുള്ളൂ. എന്നാൽ പൊള്ളയായതും വ്യാജവുമായ വാദഗതികൾ ഉന്നയിച്ച് അനേക ജീവിതങ്ങളെ തകർത്തെറിഞ്ഞ കുപ്രസിദ്ധ കുറ്റാന്വേഷകരുടെ മുഖംമൂടി പറിച്ചെറിയണമെന്നതും സ്ഥാപിത താല്പര്യങ്ങളോടെ 3 പതിറ്റാണ്ടുകളായി ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന കറുത്ത കരങ്ങളെ ലോകം തിരിച്ചറിയണമെന്നതും നീതി നടപ്പാകണമെന്ന് ആഗ്രഹിക്കുന്ന സകലരുടെയും ആവശ്യമാണ്.